മച്ചാന്മാരതേ നോക്കി പജീർ SFX ചാകര കേട്ടോ. കുറേ വണ്ടികൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചേട്ടാ, അങ്ങനെ വീണ്ടും സന്ധിച്ചു. നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖം, സന്തോഷം. എനിക്ക് സന്തോഷമുണ്ട്. കാരണം അന്നൊന്നും ഇപ്പോൾ കണ്ട വണ്ടികളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാം പുതിയ വണ്ടികൾ നല്ലപോലെ പോകുന്നു. വന്നതിന് ശേഷം ഒരുപാട് വണ്ടികളെല്ലാം കൊടുത്തു. നമ്മളൊന്നും കാണാൻ ചെറിയ കാലാവസ്ഥ വന്നതുകൊണ്ട് അതെല്ലാം തിരക്കായി പോയി. അന്ന് വന്നപ്പോൾ 4 വണ്ടിയായിരുന്നല്ലേ? അന്ന് 4 വണ്ടിയാണ്. ഇപ്പം എത്ര സ്റ്റോക്ക് ഉണ്ട്? അത് ആദ്യം പറ. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളെല്ലാം കൂടെ 9 വണ്ടിയുണ്ട്. 9 വണ്ടി ഇത് കൂടാണ്ട്? ഇത് കൂടാതെ 4 വണ്ടികളുണ്ട്. ഉണ്ടല്ലേ? അതല്ലാതെ കൊറിയറിൽ നമുക്ക് 6-7 വണ്ടിയുണ്ട്. അടിപൊളി. ഏകദേശം 15 വണ്ടിയുണ്ട്. അല്ലേ? നല്ല എൻക്വയറി ഒക്കെ വരുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, നല്ലപോലെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം മറ്റേ വീഡിയോ നല്ല റീച്ച് കിട്ടിയ വീഡിയോ എല്ലാവർക്കും തന്നെ അറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പേരെന്ന് പറഞ്ഞേരെ. എൻ്റെ പേര് ഹരി എന്നാണ് പേര്. ഹരിലാൽ. സ്ഥലം പുൻകുന്നമാണ്. പുൻകുന്നത്തിന് കാഞ്ഞിരപ്പള്ളിക്ക് ഇടയ്ക്ക്, കോട്ടയം ജില്ല. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചിറക്കട പുൻകുന്നത് തന്നെയാണ്. കോട്ടയം ചിറക്കട അല്ലേ? അതെ. ഈ വണ്ടികളിൽ എല്ലാം കേരളാക്കാൻ കൊടുത്ത വണ്ടിയാണോ അതോ NOC വണ്ടിയുണ്ടോ? ഇതിൻ്റെ അകത്ത് NOC ഉള്ള വണ്ടിയുണ്ട്. NOC ആയിട്ട് നിൽക്കുന്ന വണ്ടിയുണ്ട്. കേരള രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന വണ്ടിയുണ്ട്. ഇതിനകത്ത് ഈ വണ്ടികളൊക്കെ കസ്റ്റമർ ഓൾറെഡി ഫുൾ വണ്ടി പോലും കാണാതെ ഫുൾ പേയ്മെന്റ് ചെയ്തിരിക്കുന്ന ഇത് രണ്ട് സോൾഡ് ഔട്ട് അല്ലേ? ഓൾറെഡി അവർ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് അപ്പുറത്ത് 11 എന്ന് പറഞ്ഞ വണ്ടി കസ്റ്റമർ ഇതുവരെ വണ്ടി കണ്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. വിശ്വാസപ്പുറത്ത് കസ്റ്റമർക്ക് മാർച്ച് 5-ാം തീയതി വണ്ടി ഡെലിവറി വീട്ടിൽ കൊടുത്താൽ മതി. അല്ലേ? കോഴിക്കോടുള്ള കസ്റ്റമറാണ്. രഞ്ജി എന്നാണ് പേര്. വണ്ടി നോക്കണ്ടല്ലേ? ഇതും നോക്കണ്ട. ഇത് രാജേഷ് എന്ന കസ്റ്റമർ പേര്. കോഴിക്കോട് നന്മണ്ട. ഈ വണ്ടിയാ? അല്ല, ഈ ഒറീസ വണ്ടി. 2 വണ്ടി. അപ്പോൾ അതും അദ്ദേഹം വണ്ടി കണ്ട് ഇപ്പം കണ്ടു. വണ്ടി നാട്ടിലെത്തിയതിന് ശേഷം അതിന് മുമ്പ് തന്നെ വണ്ടിയെല്ലാം കാണുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി പൈസയും തന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. 2012 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ താഴെ ഓടിയുള്ളൂ. സർവീസ് ബുക്ക് ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഹെവി ക്വാളിറ്റി വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്നതാ മഞ്ഞ കളർ പജീറോ ചോദിച്ചിട്ടുണ്ട്. മഞ്ഞ ഇപ്പം നമുക്ക് ഒരു 2013 ഉണ്ട്. 13 വണ്ടി ഉണ്ടല്ലേ? ലാസ്റ്റ് ഇറങ്ങിയ ഏറ്റവും ലാസ്റ്റ് 2013 വന്ന ലാസ്റ്റ് വണ്ടി കിട്ടാൻ കുറച്ച് പാടല്ലേ വണ്ടിയൊക്കെ? അല്ലെങ്കിൽ യെല്ലോ കളർ ബുദ്ധിമുട്ടാണ്. 2013 വണ്ടികൾ കുറവാണ്. അല്ലേ? പിന്നെ സസ്പെൻഷന്റെ വർക്ക് പജീറോയ്ക്ക് അതൊരു കോമൺ കേസല്ലേ? അത് സസ്പെൻഷൻ വർക്ക് വരാറുണ്ട്. സസ്പെൻഷന് നല്ല പണി വന്നു കഴിഞ്ഞാൽ പൈസ ചെയ്യാവുന്നതാണ്. അല്ലേ? എത്ര രൂപയാവും? നല്ല രീതിയിൽ പണിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 65 രൂപയൊക്കെ മുടക്കിയാലാണ് നല്ല രീതിയിൽ 65 രൂപയൊക്കെ മുടക്കിയാൽ നല്ല രീതിയിൽ വർക്കുകൾ തീരത്തുള്ളൂ. നമ്മുടെ നോക്കുന്ന വണ്ടികളിൽ സസ്പെൻഷനൊക്കെ ഗ്യാരണ്ടി ആയിരിക്കും? സസ്പെൻഷൻ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യൂലേ? ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞാണ് കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ നമുക്ക് പ്രൈസിന്റെ റേഞ്ചിനകത്ത് അത്രയും വില നമ്മൾ മുടക്കി കഴിയുമ്പോൾ നമുക്ക് മാച്ചാവാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അത്യാവശ്യം കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 10,000, 20,000, 30,000 കിലോമീറ്റർ കുഴപ്പമില്ലാത്ത രീതി റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ബാക്കി നമ്മൾ കസ്റ്റമറോട് പറയും ഇത്രയും സാധനം നമ്മൾ മാറിയിട്ടുള്ളൂ, ബാക്കി ഇത്രയും സാധനങ്ങൾ മാറാണെന്ന് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കാറ് വണ്ടി. നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ ചെയ്തതിന് ശേഷമുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കുറച്ചും കൂടെ വിത്ത് NOC എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വരുന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ പേരിലാക്കുന്ന വണ്ടികളുടെ എണ്ണം വരുന്നത് കൂടുതൽ. ഇപ്പോൾ ആ ഒരു രീതി അല്ലാതെ കസ്റ്റമർ അവരുടെ പേരിലേക്ക് ഇപ്പം കോഴിക്കോടോ കണ്ണൂരോ തിരുവനന്തപുരം ഏത് RTO ആണെങ്കിലും അവിടേക്ക് NOC എടുത്ത് ആ ഒരു റിലയബിലിറ്റി ആളുകൾ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ കാണിക്കുന്നുണ്ട്. NOC 2 മാസം എടുക്കും. എൻ്റെ അകത്ത് 1 ദിവസം കൊണ്ട് കിട്ടിയ കേസുണ്ട്, 2 മാസം കൊണ്ട് കിട്ടിയ കേസുണ്ട്. അത് ഡിപ്പെൻസ്. അത് ഓരോ RTOസിനനുസരിച്ച് മാക്സിമം 2 മാസം മാക്സിമം ആണ്. അതിൻ്റെ മേലൊരു ഡിലേ ഇത്രയും കാലമായിട്ട് നമുക്കൊരു വണ്ടി വന്നിട്ടില്ല. അതുപോലെ NOC വാങ്ങിക്കുവാണെങ്കിൽ ഓണർഷിപ്പ് കുറഞ്ഞിരിക്കും. ഒരു ഓണർഷിപ്പ് കുറഞ്ഞിരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ RTOയിൽ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള വലിയൊരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു KL1 അല്ലെങ്കിൽ KL11, KL7 എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊരു അവരുടെ RTO ഇപ്പോൾ KL34 ഏതാണെങ്കിലും അവർക്ക് എൻ്റെ 34 എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾക്ക് അവരുടെ RTO ഓഫീസ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഉറപ്പായിട്ടും താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വണ്ടി എന്ന് പറഞ്ഞിട്ടല്ലോ. അത് മോഡലേതാ വണ്ടി? ചുമല വണ്ടി വന്നിട്ട് 2010 മോഡൽ. 10 വണ്ടിയല്ലേ? അതെ. ഈ വണ്ടി നിലവിൽ നമ്മൾ വണ്ടി വിൽക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു വർക്കും ചെയ്തിട്ടില്ല. ടച്ചിങ്, പോളിഷിങ് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഒരു വണ്ടിയാലും ചെയ്തിട്ടില്ല. ഇതെല്ലാം വന്ന കണ്ടീഷൻ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വർഷോപ്പുകളിൽ തിരക്കാണ്. ഇതൊക്കെ ജെനുവിൻ സീറ്റ് തന്നെയല്ലേ? വണ്ടി കമ്പനി വരുന്ന സീറ്റ് തന്നെയല്ലേ? അതെ. എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഒരു ചെറിയ ഗ്യാപ്പ് ഒന്നല്ലേ ഈ വണ്ടി അവിടെ കിടന്നതാ. കൂടെയൊക്കെ വേറെ നല്ല ഒരു പാട്ട് വന്നായിരുന്നല്ലേ? ഇപ്പം ഏതുകൊണ്ടാണ് ഇപ്പം ഒരാൾ കാണാൻ വേണ്ടി സിൽവർ വണ്ടി നോക്കാൻ ഇതാ സിൽവർ സെയിലായിപ്പോ കേട്ടോ. ഇപ്പം അത് നോക്കണ്ട. ഇനിയിപ്പോൾ ഉള്ള വണ്ടി ഇത് പറഞ്ഞുണ്ട്. വേറെ ഇപ്പം നിലവിൽ കിടക്കുന്ന ഈ ലിസ്റ്റിനകത്ത് നമുക്ക് ഈ വണ്ടി കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ വണ്ടി വേറെ ഉണ്ട്. വണ്ടി ബ്ലാക്ക് ഉണ്ട്, വരാനുണ്ട്. 2012 ബ്ലാക്ക് ഉണ്ട്, 2008 ബ്ലാക്ക് ഉണ്ട്, 2013 യെല്ലോ ഉണ്ട്, പിന്നെ 2012 റെഡ് വരാനുണ്ട്. വണ്ടികൾ വരാനുണ്ട്. ഇപ്പം നിലവിൽ കിടക്കുന്നതിനകത്ത് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഇതേ ഉള്ളൂ. ഇതിൻ്റെ ഓണർഷിപ്പ് എത്രയായി? ഇത് 3ാമത്തെ ഉണ്ട്. ഇതെങ്ങനെ നമ്മുടെ കേരള നമ്പറൊക്കെ കൊടുക്കും അതോ? കേരള നമ്പർ NOC വന്നിരിക്കുന്നതാണ്. ഈ ക്രിസ്മസിനോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യും. KL34 രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്ത ആളുടെ പേരിലേക്ക് കൊടുക്കാം. പണിയിലും പെൻഡിങ് വണ്ടിക്കകത്ത് പണി ചെയ്തിട്ടില്ല നിലവിലൊന്നും. ഇത് വന്ന കണ്ടീഷൻ അല്ലേ? അതെ. ഒരു വർക്കും ചെയ്തില്ല. ഇനിയിപ്പോൾ അത് ക്രിസ്മസിന് ശേഷം എന്താ വർക്ക് ചെയ്ത് എന്താ ചെയ്യാറുള്ളത്? നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള വർക്കുകൾ നമ്മൾ നോക്കിയായിരുന്നു. ഇനിയുള്ളതെന്ന് വെച്ചാൽ പീരിയോഡിക് സർവീസായിട്ട് ബന്ധപ്പെട്ട ഓയിൽ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ബെൽറ്റ് അങ്ങനെയുള്ളത് കുറേ ഒരു ഷോക്ക് ഒബ്സർവർ പോയിട്ടുണ്ട്, അത് മാറണം. പിന്നെ ബാക്കി ടച്ചിങ്, പോളിഷിങ്, പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാത്രമേ ചെയ്യാനുള്ളൂ. പറഞ്ഞില്ല. ഹൈബ്രിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ടയർ പുതിയതാണ്. അങ്ങനെ പ്രശ്നങ്ങളും വേറെ കാര്യങ്ങൾ വർക്കുകളൊന്നുമില്ല ചെയ്യാം. ഈ ടയറൊക്കെ നമുക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നുണ്ടോ? നമ്മൾ മാറി? ഇല്ല, നമ്മൾ മാറി ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്ന സമയത്തുള്ളതാണ്. ഈ ടയറിനൊക്കെ
എന്നാ വിലയാവുന്ന? അത് 13,000 രൂപ അടുത്ത് വരും. 12,000 രൂപ. ഇനിയിപ്പോൾ ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇത് ഞാൻ മൊത്തം കാണിച്ചു തരാം. ചിലപ്പോൾ ഇതും ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ സീറ്റൊക്കെ ചെറിയ കീർച്ചയുണ്ട്, പക്ഷേ ഒറിജിനൽ സീറ്റാണ്. വന്നേക്കുന്നല്ലേ? ഓ, ഡാഷൊക്കെ നീറ്റ് ഉള്ളതുകൊണ്ടിടെ. ഡാഷ് നമ്മളെല്ലാം ചെയ്തായിരുന്നു, ഒന്നും ചെയ്യില്ല. ആ, സെക്കൻഡ് റോ കാണിച്ചു തരാം. അടിപൊളി. സെക്കൻഡ് റോയിലെ കാഴ്ചകൾ. ചൂട് നല്ല ചൂടാ, ഒരു രക്ഷയില്ല. അടിപൊളി. ഒറിജിനൽ ഹെഡ് ലാമ്പാണ്. ഏത് കമ്പനി വരുന്ന ഹെഡ് ലാമ്പാണോ? ആ, ഒറിജിനൽ ഹെഡ് ലാമ്പ് അങ്ങനെ കളർ ഫെയ്ഡ് ആകത്തില്ല. അല്ലേ? എഞ്ചിൻ റൂമൊക്കെ നൈസാ, ഒന്നും പറയാനില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഗ്ലാസ്സൊക്കെ റീപ്ലേസ് ആക്കി വേണ്ടിയാണോ? ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബാക്കി സാധനങ്ങളൊന്നും ഒന്നുമില്ല. ഇതിപ്പം ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് വണ്ടി. അതായത് ഒന്ന് തുറന്ന് കാണിച്ചില്ലേ, ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ ഒറിജിനലാണ്. അല്ല, ബാക്കി ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഒന്നുമില്ല, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഈ വണ്ടി ഈ കണ്ടീഷനിൽ എന്നാ വിലയ്ക്ക് കൊടുക്കും? 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ മൊത്തം പണിത് കേരള നമ്പർ ആക്കിയാണെങ്കിലും? അതെ അതെ, എല്ലാം കൂടെ കൂടി 9 ലക്ഷം രൂപ. ഈ കണ്ടീഷനിൽ കൊടുക്കുമെങ്കിലോ? ഈ കണ്ടീഷനിൽ കൊടുക്കുന്നതിനെ പറ്റി ഇനി പറ്റത്തില്ല, കാരണം NOC എല്ലാം വന്നിരിക്കുന്ന വണ്ടി. NOC ആയല്ലോ അല്ലേ? അല്ല, നമ്മുടെ ബില്ലായിരിക്കുന്നത്, ഇനി അങ്ങനെ ചെയ്യാൻ ബില്ലാക്കിയിട്ടേ കൊടുക്കാനൊക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ. 9 ലക്ഷം രൂപയ്ക്ക് അത് ഫൈനലാണ്. പിന്നെ അതിൻ്റെ അകത്ത് പ്രൈസിനകത്ത് അങ്ങനെ നമ്മൾ വർക്കെല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആരും ഒരു ബാർഗനിങ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചോദിക്കാറില്ല പൊതുവെ. അല്ലേ? ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കണ്ടു, ആ വന്ന ആളൊക്കെ പറഞ്ഞ വിലയ്ക്ക് നമ്മളവർ പറഞ്ഞ വർക്കാണ്, നമ്മളോട് കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും കൂടി ചേർത്തിട്ട് നമ്മളുള്ള റേറ്റാണ് നമ്മളവരോട് പറയുന്നത്. വെളിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനത്തെ കസ്റ്റമറെ സംബന്ധിച്ചുള്ള അവർ വരുന്നത് 10 അല്ലെങ്കിൽ 20, 25 ദിവസം ലീവിന് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി കൊടുത്തിട്ട് അത് 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വർക്ക്ഷോപ്പിൽ കൊണ്ട് നടക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പം നമ്മളെവിടെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി അവരെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറേണ്ട സാഹചര്യം പോലും ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നമ്മൾ മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ 9 ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്നൊരു പ്രൈസ് 9 ലക്ഷം രൂപയാണ്. ചിലപ്പോൾ അത് കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അത് കുറച്ച് എടുക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കത് കുറച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സാഹചര്യം. നമ്മൾ വണ്ടി ചെയ്യുന്നതിനകത്ത് സീറ്റിൻ്റെ വർക്കിന് വേണ്ടി തന്നെ 10-15,000 രൂപ മുടക്കുന്ന ആരും ഉണ്ടാകത്തില്ല കേരളത്തിൽ. നമ്മൾ ആ ഒരു സീറ്റിൻ്റെ വർക്ക്, ബോഡിയുടെ അലൈൻമെൻറ്റ്, അതെല്ലാം നമ്മൾ ആ ഒരു വർക്ക് മുതൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ വയ്ക്കുന്നത്. അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു, നമ്മൾ മെയിൻ നോക്കുന്നത് ബോഡി ലൈനാണ് എല്ലാ വണ്ടികളിലെ. ബോഡി അറിയാണ്ട് ഒന്നും ബോഡിക്കകത്ത് ഒരു പ്രശ്നം ഒരു വണ്ടിക്കില്ല. മെക്കാനിക്കലി പിന്നെ നമുക്ക് എപ്പോഴും പണിതെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ പോലും മെക്കാനിക്കലി മെയിനായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വണ്ടികൾ നമ്മൾ ഉപയോഗിക്കാറോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാറോ ഇല്ല. ഓക്കെ. ഈ കിടക്കുന്ന വണ്ടികളിൽ ഇത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ, പിന്നെ പുറത്ത് വേറെ വണ്ടി ഉണ്ടല്ലോ? അതെ, ഇപ്പോൾ നാളെ നമ്മൾ പെട്ടെന്ന് ഇത് അറേഞ്ച് ചെയ്തിരുന്നതുകൊണ്ടാണ് മറ്റേ വണ്ടികൾ നമുക്ക് കറക്റ്റ് കൊണ്ടുവരാൻ പറ്റാൻ. ഇനി നമ്മൾ ചെയ്യുമ്പോഴല്ലോ ഒരു 10 വണ്ടി മിനിറ്റ് നമ്മൾ ചെയ്യും കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യണം, 10 വണ്ടിയിട്ട് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലെ സാഹചര്യങ്ങളും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയം ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞത്. ഇപ്പോൾ പോയ വണ്ടി ഈ വണ്ടിയല്ലേ? അതെ, ഈ വണ്ടി ഇപ്പോൾ പോയി. എൻ്റെ മുമ്പ് വെച്ച് പോയ വണ്ടി കേട്ടോ. ഈ വണ്ടിക്ക് കസ്റ്റമർ പെയിന്റ് മാറ്റാൻ പറഞ്ഞല്ലേ? കസ്റ്റമർക്ക് യെല്ലോ കളർ ആക്കണം. അവർക്ക് ഈ ഓഫ് റോഡിൻ്റെ ബമ്പർ മാറ്റിയിട്ട് നമുക്ക് സാധാരണ ബമ്പർ തന്നെ ആക്കി മാറ്റണം. പിന്നെ അതുപോലെ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റോൾ ചെയ്യണം. അതാണ് കസ്റ്റമർ ഭാഗത്തു നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് 2ാമത്തെ ഓണർ. അല്ലേ? ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ മാറിയുണ്ടോ? ഒന്നുമില്ല, വണ്ടി അത് ഫുൾ ഒറിജിനൽ വണ്ടിയാണ്. നമ്മൾ ബാക്കി വർക്കുകളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്യാനുള്ള വർക്കുകളാണ്. 4 പുതിയ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. ഇത് ടയർ മോശം ടയറാണ്? അല്ല, ഇത് വേറെ വണ്ടി ടയറാണ്. അല്ലേ? ഓക്കെ ഓക്കെ. ഈ വണ്ടിയുടെ ടയറില്ല. അപ്പോൾ നമുക്ക് 4 ടയർ പുതിയതൊക്കെ ഓൾറെഡി നമ്മൾ കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നേരത്തെ ആര് വന്നാലും നമ്മളത് മാറി കൊടുക്കാനുള്ളതായിരുന്നു. അതപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ വർക്കുകൾ, പിന്നെ ഇന്റീരിയർ സീറ്റ് ഒക്കെ ഒന്ന് മാറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക? എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ബാക്കി എല്ലാ വർക്കുകൾ സസ്പെൻഷൻ ഓൾമോസ്റ്റ് മുഴുവൻ പണിയുള്ള വണ്ടിയാണ്. റെഡി ക്യാഷ് ഇപ്പം തന്നെ പേയ്മെന്റ് മുഴുവൻ പൈസ വന്നു. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ വേറൊരു രീതിയാണ് ശരിക്കും പജീറോയുടെ കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ ഈ കമന്റും റിയാലിറ്റി നല്ല മാറ്റം ഉണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനുള്ള ഒരു ബെനിഫിറ്റ് അത് ആൾക്കാർ തരാറുണ്ട് നമുക്ക്. അങ്ങനെ ഒരു കസ്റ്റമർ അതിനുവേണ്ടി ഒന്നും അങ്ങനെ ഒരു ബലം പിടിക്കാറോ അങ്ങനെ പൈസ കാര്യത്തിൽ പറയാറൊന്നുമില്ല. ഈ വണ്ടി എന്നാ വിലയ്ക്കാണ് പോയത്? ഇതിപ്പം പോയത് ഫുൾ വർക്കുകൾ തീർത്ത് 12 ലക്ഷം രൂപയ്ക്ക്. 12.5. ഇപ്പം ഇനി എത്ര രൂപ? എനിക്ക് ഏകദേശം 90 അടുത്ത് വരും. എല്ലോ ചെയ്യണമെങ്കിൽ? അതെ അതെ, പക്കറ്റ് ചെയ്യണമെങ്കിൽ? അതുപോലെ തന്നെ. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയൊക്കെ പിന്നെ ഉള്ളത് ഈ വണ്ടി മോഡലായിരുന്നു? ഈ വണ്ടിയുടെ ബോഡി ഇപ്പം നിലവിലത്തെ പെയിന്റ് നോക്കി അറിയാം. കമ്പനി പെയിന്റ് ബാക്കി കാര്യങ്ങളായിരുന്നു വണ്ടിക്ക്. അല്ലേ? ഈ വണ്ടി മോഡലായിരുന്നു? അത് 2012. ഇത് എത്ര രൂപ പോയത്? അത് പ്രൈസ് ഏകദേശം 11 രൂപയ്ക്ക് മേലെ പോയി. അല്ലേ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഗ്ലാസ് സിംഗിൾ ഓണർ വണ്ടിയാണ്, ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഒറിജിനലാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, എല്ലാ സാധനങ്ങളും. 10 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഈ വണ്ടിയോ? അത് ശരിക്കും 2010 വണ്ടി. ഇതൊന്നും ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ഫുൾ പേയ്മെന്റ് ഒന്നും എടുത്ത വണ്ടിയാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ മീൻസ് നമ്മൾ പേയ്മെന്റ് പോലും ചെയ്തിട്ടില്ല. വണ്ടി അവരുടെ പേയ്മെന്റ് എടുത്തിട്ട് നമ്മൾ വണ്ടി ചെയ്തതാണ്. ഓക്കെ ഓക്കെ. കസ്റ്റമർ വെളിയിലാണ്, അദ്ദേഹം ലീവിന് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാനുള്ള. നമുക്ക് വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണോ? പിന്നെ ഇത് പെയിന്റ് ഒക്കെ ചെയ്യാനുള്ള ഇതൊക്കെ കമ്പനി പേര് വരുന്നല്ലേ? കമ്പനി പെയിന്റ് ആണ്. ഇത് എന്തോ ഒരു ചെറിയ പ്രശ്നമായിട്ട് ബോണറ്റെ മാത്രം പെയിന്റ് പോയിട്ടുള്ളൂ. അല്ലേ? പിന്നെ ഈ വണ്ടി ഇതായിരുന്നു മോഡൽ? 2011. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയുള്ളൂ. 97,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 2ാമത്തേത്. എല്ലാ സാധനവും ഒറിജിനൽ. ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനൽ. ഒറിജിനൽ അല്ലേ? ഇതും ഫുൾ ഒറിജിനൽ വണ്ടി. ഒറിജിനൽ പെയിന്റ്. എത്ര വണ്ടി പോയത്?
ഇതും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ്. ഒരു വർക്ക് കുറച്ച് ചെയ്യാനുണ്ട്, ഹൈബ്രിഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. കുറച്ച് വർക്കെല്ലാം ചേർത്ത് ഏകദേശം 12 രൂപ റേഞ്ചിലെടുത്താൽ പോയി. 12 രൂപ അല്ലേ? ഇപ്പം നമ്മളൊരു ബ്രാൻഡ് ന്യൂ കാർ മേടിക്കുന്നതിനേക്കാളും പൈസ ആവും ശരിക്കും പറഞ്ഞാൽ ഈ സാധനം മേടിക്കണം. ഞാനെപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പുതിയ വണ്ടികൾ, ബ്രാൻഡ് ന്യൂ വണ്ടികൾ എടുക്കുന്നതിനേക്കാളും വില റെഡി പൈസ. അതിൻ്റെ അകത്ത് ഒരു ലോണിൻ്റെ കാര്യം പോലും ചോദിക്കുകയാണ് കസ്റ്റമർ ശരിക്കും പജീറോ SFX എടുക്കുന്നത്. ലോൺ കിട്ടില്ലല്ലോ ഒരു വണ്ടി? ലോൺ കിട്ടും. 2010 ശേഷമുള്ള വണ്ടിക്ക് ലോൺ ചെയ്യുന്നുണ്ട്. കിട്ടുമോ? 2011 വണ്ടിക്ക് ഒരു 4 ലക്ഷം രൂപ കിട്ടും. 2012 ഒരു 5 രൂപ 6 രൂപ കിട്ടും. പ്രൊഫൈലുള്ള ആൾക്കാരാണ് ലോൺ. 5-6 രൂപ കൈ വേണം. അത് വേണം, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും? വേറൊന്നുമില്ല. എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, പുതുവത്സര ആശംസകൾ. എല്ലാവരും സഹകരണം ഉണ്ടാവണം, അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് തീർച്ചയായും 10 വണ്ടി എനിക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, ഇടയ്ക്ക് ശാലം തിരക്കായപ്പോഴാണ് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് കാണാൻ പറ്റാഞ്ഞ്. ഓക്കെ കേട്ടോ, തീർച്ചയായിട്ടും.